അവർ ബുദ്ധി ഉപയോഗിച്ച് കിണർ കുഴിച്ചായിരുന്നെങ്കിൽ വീണ്ടും അവർക്ക് കുറച്ചുകൂടെ നടക്കേണ്ടി വരുമായിരുന്നു. അവർ ബുദ്ധി ഉപയോഗിക്കാതെ യഹോവയുടെ ശബ്ദം കേട്ടപ്പോൾ യഹോവ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പെന്തക്കോസ്തിന്റെ ആരംഭകാലങ്ങളിൽ ദൈവമക്കൾ ആശുപത്രിയിൽ പോകാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അവർ ബുദ്ധി ഉപയോഗിച്ചില്ല, ആത്മാവിനാൽ നടത്തപ്പെട്ടു. എന്നാൽ ഇന്ന് ജ്ഞാനം വന്നു, പണം വന്നു, ബുദ്ധി ഉപയോഗിച്ചപ്പോൾ നമുക്ക് ആശുപത്രിയിൽ പോയേ മതിയാകുള്ളൂ. നിങ്ങൾ ആശുപത്രിയിൽ പോയതുകൊണ്ട് നിങ്ങൾ പിന്മാറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, ക്ഷമിക്കണമേ. അങ്ങനെ നിങ്ങളെ അങ്ങനെ പറയാനല്ല ഞാൻ വന്നത്. എന്നാൽ നിങ്ങൾ ആത്മാവിൽ നടക്കുവാനായി ആരംഭിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഓരോ കാര്യങ്ങളും തക്ക സമയത്ത് നടത്തി അത്ഭുതകരമായി നടത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പെന്തക്കോസ്തിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ടൈഫോയിഡ് വന്നാൽ പറയും, ടൈഫോയിഡ് അവിടെ നിൽക്ക്, അവിടെ നിൽക്കുമായിരുന്നു. മസൂരി രോഗം വന്നാൽ പറയും, അവിടെ നിൽക്ക്. പട്ടിണി വന്നാൽ സന്തോഷിക്കുമായിരുന്നു. എങ്ങൊന്നും അങ്ങൊന്നും ഇങ്ങൊന്നും ഒന്നും വാങ്ങാൻ പോകാതെ അത് നല്ല ആഹാരമായി ഭക്ഷിച്ച് മുൻപോട്ട് പോകുമായിരുന്നു. അതായിരുന്നു സമൃദ്ധി. സമൃദ്ധി എന്ന് പറയുന്നത് എന്താണ്? കൃപ പ്രാപിക്കുക. മത്തായിയുടെ സുവിശേഷം റോമാ ലേഖനം 5:17 വായിച്ചാൽ, റോമൻസ് 5:17, ഞാൻ സമൃദ്ധിയിൽ വിശ്വസിക്കുന്നവനാണ്. എന്നാൽ എന്താണ് സമൃദ്ധി? 5:17 വായിച്ചാൽ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്ന, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കണം. യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. പ്രിയ ദൈവമക്കളെ, സമൃദ്ധി നമ്മുടേതാണ്. എന്നാൽ ചപ്പും കുപ്പയും അല്ല സമൃദ്ധി. ഈ ലോകത്തിലെ ഒരു വിലയുമില്ലാത്ത വെള്ളിയും പൊന്നും അല്ല നമ്മുടെ സമൃദ്ധി. നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്നത് കൃപ. കൃപ പ്രാപിക്കുക, കൃപ പ്രാപിച്ച് ആ സാഹചര്യത്തെ വാഴുക. എല്ലാ പരിശോധനകളിലും കൂടെ പോകുമ്പോൾ കൃപ, കർത്താവേ എനിക്ക് വേദനയാകുന്നേ, കൃപ തരണമേ എന്ന് പറയുമ്പോൾ ധാരാളം കൃപ ലഭിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, തിരുവല്ലായിൽ അവിടെ ഒരു കർത്താവിൻ്റെ ദാസൻ, പ്രായമുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വയറിങ്ങനെ വളരെ വീർത്തു, വളരെ വലുതായി, 6 മാസത്തിൽ കൂടുതലായി വളരെ അങ്ങ് വീർത്ത് കിടക്കുകയാണ്. എനിക്ക് ആളയച്ചു, സഹോദര വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസന്മാരെ ഞാൻ വിളിക്കുകയില്ല പ്രാർത്ഥിക്കാൻ, കാരണം അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഞാൻ നോക്കിയപ്പോൾ വയറിങ്ങനെ വീർത്ത് കിടക്കുകയാണ്, സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അച്ചായ, എന്നേക്കാൾ വളരെ പ്രായമുള്ള അച്ചായ, എങ്ങനെ വേദന എങ്ങനെയുണ്ട്? എന്നോട് പറഞ്ഞു, സഹോദര, വേദനയല്ല, എൻ്റെ കർത്താവ് എന്നോടുകൂടെ ഇരുന്ന് എന്നെ നടത്തുന്നതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുകയാണ്. ഈ കാര്യം ഇവിടെയുള്ള അനേകർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരെ വിളിക്കാത്തത്. ആ രോഗക്കിടക്കയിൽ അത്യന്ത വേദനയിൽ ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് എത്ര നേരം ആത്മാവിൽ ആരാധിച്ച് സന്തോഷം പ്രാപിപ്പാനിടയായി. കർത്താവിന് സ്തോത്രം. 6 മാസമായി വയറങ്ങനെ വീർത്ത് കണ്ടാൽ തന്നെ ഭയം തോന്നും. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച്, അദ്ദേഹത്തെ എഴുന്നേറ്റിരിക്കാൻ കഴിയയില്ല, കിടക്കയാണ്. ഞാൻ കൈപിടിച്ച് ഞങ്ങൾ എത്ര നേരം ആത്മാവിലപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സഹോദര, എത്ര ആനന്ദമാണ് എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, നാം കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ കരഞ്ഞുകൊണ്ടല്ല പോകുന്നത്. വിശപ്പ് ആഹാരമില്ലാതെ വരുമ്പോൾ കരഞ്ഞുകൊണ്ടല്ല പോകുന്നത്. നമ്മുടെ ആത്മീക മനുഷ്യൻ സമൃദ്ധിയായി ഭക്ഷിച്ച് ബലം പ്രാപിച്ച് സന്തോഷത്തോടെയാണ് പോകുന്നത്. ഇത് പട്ടിണി സുവിശേഷമല്ല.
ഇത് ദാരിദ്ര്യത്തിന്റെ സുവിശേഷമല്ല, ഇത് സമ്പൽ സമൃദ്ധിയുടെ സുവിശേഷമാണ്. എന്നാൽ ഈ ലോകത്തിലെ ചപ്പും കുപ്പയുമല്ല. സ്വർഗ സന്തോഷം അതെങ്ങനെ ലഭിക്കുന്നു? ധാരാളം കൃപ. കൃപ എപ്പോഴും ലഭിക്കും. ബാത്റൂമിലായിരുന്നെങ്കിൽ കൃപ ലഭിക്കും, യാത്രയിലാണെങ്കിൽ കൃപ ലഭിക്കും, വിശ്രമത്തിലാണെങ്കിൽ കൃപ ലഭിക്കും. കൃപ പ്രാപിച്ച് വാഴുന്നവരാണ് മണവാട്ടി. ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് കൃപ പ്രാപിച്ച് ഇല്ലായ്മയിലും സന്തോഷിക്കുന്നവരാണ്. മണവാട്ടിയായ എല്ലാവരെയും പരീക്ഷിച്ചേ മതിയാകെയുള്ളൂ. ഇസ്രായേൽ മക്കളെ പരീക്ഷിച്ചല്ലോ, അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതേ പരീക്ഷയിൽ കൂടെ കടന്നുപോയതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ട് നിങ്ങൾക്കറിയാവുന്ന, പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് പോകാം. മത്തി 4 का 1 से पढ़े. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ശ്രദ്ധിക്കണേ, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. 40 രാവും 40 പകലും ഉപവസിച്ചപ്പോൾ അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. നമ്മുടെ കർത്താവ് 40 പകലും 40 രാവും ഉപവസിച്ച് ശക്തി പ്രാപിക്കാനല്ലായിരുന്നു. താൻ മനുഷ്യനായി വന്നു, ദൈവത്വമുണ്ട്. തൻ്റെ മനുഷ്യത്വത്തിൽ ഏറ്റവും കൂടുതൽ വിശപ്പുണ്ടാകാൻ വേണ്ടിയാണ് 40 രാവും 40 പകലും ഉപവസിച്ചതല്ല, ശക്തി പ്രാപിക്കാനല്ല. താൻ ദൈവമായിരുന്നു. എന്നാൽ ആ മനുഷ്യത്വത്തിൽ തനിക്ക് വിശപ്പുണ്ടാകണം, മനുഷ്യ ശരീരത്തിൽ. അങ്ങനെ വിശപ്പ് ഉണ്ടായപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. നമ്മുടെ ഈ കാലത്ത് ഒരു പാട്ടുണ്ട്, എല്ലാവരും പാടി വലുതാനന്ദിക്കുന്നവർ. സാത്താൻ നിന്നെ പറഞ്ഞാട്ട് അങ്ങനെ എങ്ങനെ പാട്ടുണ്ടല്ലോ, ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു നിന്നെ കാണുകയില്ല, ദുഷ്ടഘോര ശത്രു നിന്നെ കാണുകയില്ല. ഇങ്ങനെയൊക്കെ പാട്ട്, ഇതൊന്നും വചനപ്രകാരമുള്ള പാട്ടുകളല്ലേ, അല്ല. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കപ്പെടേണ്ടതായ മണവാട്ടി സാത്താനാൽ മുഴുവൻ പരീക്ഷിക്കപ്പെടണം, എന്നിട്ട് ജയിക്കണം. അതിനാണ് കർത്താവ് പറയുന്നത്, ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, സാത്താനെ കാണാതെ ഹെലികോപ്റ്റർ വന്നുകൊണ്ട് അങ്ങ് കൊണ്ടുപോകുന്നതല്ല ക്രിസ്തീയ മാർഗം. പരിശോധനയിൽ കൂടെ നീ കടന്നുപോയേ മതിയാകെയുള്ളൂ. ഇസ്രായേൽ മക്കളെ ദൈവം പരീക്ഷിച്ചു എങ്കിൽ, നമ്മുടെ മുൻപിൽ പോയ നമ്മുടെ നായകനായ കർത്താവിനെ ആ പരീക്ഷ നേരിടേണ്ടി വന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, പരീക്ഷ വരുന്നത് ദാരിദ്ര്യ സുവിശേഷമല്ല, ഇതാണ് കൃപ പ്രാപിക്കുന്ന സുവിശേഷം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, മണവാട്ടിയായുള്ളവരെ, പരീക്ഷ കൂടാതെ, മരുഭൂമി കൂടാതെ ഇസാക്കിനോട് ചേരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇസാക്കാകുന്ന കർത്താവിനോട് ചേരുവാൻ താല്പര്യമുള്ള എല്ലാ ദൈവമക്കളും, കർത്താവേ നീ നടത്തുന്ന പരീക്ഷയിൽ കൂടെ മുൻപോട്ട് പോകുവാൻ കൃപ നൽകണമേ. എന്നാൽ നമ്മുടെ ഇന്നത്തെ ശൈലി എന്താണ്? വിടുതൽ. നമ്മൾക്ക് പോയി വിടുതൽ പ്രാപിക്കാം. ഏതെങ്കിലും പ്രയാസങ്ങളോ കഷ്ടങ്ങളോ വന്നാൽ വിടുതൽ ശുശ്രൂഷകന്മാരുണ്ട്, അവർ ട്രക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അവരുടെ ട്രക്കിൽ ലോഡ് ചെയ്ത് അങ്ങ് വിട്ട് നമുക്കങ്ങ് വിടുതൽ പ്രാപിക്കാം. പ്രിയ സഹോദര സഹോദരി, വിടുതൽ പ്രാപിക്കുന്നത് നല്ലതാണ്. മണവാട്ടിയാകാൻ ഒക്കുകയില്ല, വേറെ വല്ലയിടത്തുമായിരിക്കും പോയി ചേരുന്നത്. എന്നാൽ നമ്മുടെ തലയിലെ രോമം പോലും എണ്ണിയിരിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വരുന്ന സകല കാര്യങ്ങളും നല്ലവണ്ണം അറിയുന്നത് കൊണ്ട് വിടുതലല്ല വാങ്ങേണ്ടത്. കർത്താവേ, ഈ മരുഭൂമി യാത്രയിൽ എനിക്ക് വേദന കൂടുന്നു, കൃപ തരണമേ. വിടുതലല്ല ആവശ്യം. വിടുതൽ ലഭിച്ചാൽ മണവാട്ടിയുടെ സ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടു പോകും. എന്നാൽ വരുന്ന കഷ്ടങ്ങളിലും
പ്രയാസങ്ങളിലും കർത്താവേ കൃപ തരണമേ. അതിനാണ് സഹായകനായ പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെയുള്ളത്. അവിടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14:16 വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 14:16. ജോൺ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും കൂടെ ഇരിക്കേണ്ടത് ഞാൻ തരും. അതിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചാട്ട്. 14:1-2. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അവരുടെ ഹൃദയം കലങ്ങിപ്പോയതിന്റെ കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു അവരെ വിളിച്ചപ്പോൾ അവരുടെ വലയും വീടും എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചു. കർത്താവ് രോഗികളൊക്കെ സൗഖ്യമാക്കുമ്പോൾ അവർക്ക് നല്ല മാനവും ഒക്കെ കിട്ടുമായിരുന്നു. വളരെ സന്തോഷത്തോടെ അവർ മുൻപോട്ട് പോയിരുന്നു. എന്നാൽ അതിനുശേഷം യേശുവിൻ്റെ പ്രസംഗം വളരെ കഠിനമായി തീരുവാൻ തുടങ്ങി. അപ്പോൾ ആളുകളെല്ലാം വിട്ടുപോയി. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവായ യേശുവിൻ്റെ പ്രസംഗം കഠിനമായി തീർന്നപ്പോൾ ആളുകളെല്ലാം വിട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും പോയിക്കൂടരുതോ? അപ്പോൾ അവർ പറഞ്ഞു, ജീവൻ്റെ വചനം നിൻ്റെ മുമ്പിലുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം തിരുവല്ലായിൽ വന്ന് യോഗം നടത്തിയപ്പോൾ അവിടെ നിന്ന് ഹാലേലുയ മാഗസിൻ എന്നുള്ള കർത്താവിൻ്റെ ദാസൻ എഴുതാനിടയായി, എം ശാമുവേൽ ഇതിനു മുൻപ് കേരളത്തിൽ വരുമ്പോൾ 10,000-ങ്ങളായി ആളുകൾ വന്നിരുന്നു. ഞങ്ങൾ വിളക്കും മറ്റതും എല്ലാം എടുത്ത് ഞങ്ങൾ പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എം ശാമുവേൽ വന്ന് തിരുവല്ലായി മുനിസിപ്പൽ സ്റ്റേഡിയം നടത്തിയപ്പോൾ ആളുകളൊന്നും കൂടിയില്ല. 100 അതിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. എം ശാമുവേൽ എത്ര മോശമായി തള്ളപ്പെട്ടു പോയി, വീഴ്ത്തപ്പെട്ടു പോയി. എം ശാമുവിൻ്റെ വീഴ്ച എത്ര ഭയങ്കരമായിരുന്നു. അങ്ങനെ അദ്ദേഹം എടുത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നി. കർത്താവേ, ഇത് തന്നെയാണല്ലോ ശരിയായ മാർഗം. കർത്താവിൻ്റെ ശരിയായ വചനം വരുമ്പോൾ ആൾ കൂടത്തില്ല, ആൾക്കൂട്ടം കുറയത്തേ ഉള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം ആരംഭത്തിലായിരുന്നപ്പോൾ ഇത്ര വലിയ ആൾക്കൂട്ടമായിരുന്നു. കർത്താവിൻ്റെ ഒരു ഭവനത്തിൽ കർത്താവ് ഇരുന്നപ്പോൾ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരാൻ അകത്ത് കൊണ്ടുപോകാൻ പ്രയാസമായി മേൽക്കൂര പൊളിക്കേണ്ടി വന്നു. അന്ന് പട്ടണങ്ങൾ ഇത്രയും ആളുകളുള്ള സമയമല്ല. എന്നിട്ടും താൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പുരുഷന്മാരെ എത്ര ആയിരം വന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 66 വായിച്ചാട്ട്. യോഹന്നാൻ 6-ന്റെ അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അത്ഭുതങ്ങൾ കാണേണ്ടിയവർ പോയി, അതുപോലെ അപ്പം ഭക്ഷിക്കാൻ വന്നവർ പോയി, രോഗശാന്തി വേണ്ടിയവർ പോയി, വചനം വേണ്ടിയവർ മാത്രം നിന്നു. ഹല്ലേലൂയ. സിയോന്റെ മാർഗം ഇതാണ്. വലിയ കൂട്ടമല്ല, ചെറിയ കൂട്ടമാണ് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി തിരഞ്ഞെടുക്കുന്നത്. വലിയ കൂട്ടമല്ല, ചെറിയവർ, ചുരുക്കം ചില. വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 7:13-14. 7:13-14 വായിച്ചാട്ട്. മത്തയു 7:13 and 14. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. അതിന്റെ ശരിയായ തർജ്ജമയിൽ പറയുന്ന ഹട്ടിംഗ് പാത്ത്, പോകുന്തോറും മുറിവ് ഏറ്റുകൊണ്ടിരിക്കും. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അത് കണ്ടെത്തണം. കുഞ്ഞാടിന്റെ കാന്തിയായുള്ളവരെ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി കണ്ടെത്തണം. ഇടുക്കവും ഞെരുക്കവും പട്ടിണി ദാരിദ്ര്യം അനുഭവിച്ചു പോകാനല്ല, നമ്മുടെ ജഡത്തെ അമർത്തി വയ്ക്കാൻ. നിങ്ങൾക്ക് കർത്താവ്
കോടിക്കണക്കിന് രൂപ ബാങ്കിൽ വെക്കാൻ കർത്താവ് അവസരം തന്നു. 2-3 കാറുണ്ട്, 10-20 മുറിയുള്ള വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന വലിയ ധനമുള്ള സഹോദരനും ഇടുക്കവും ഞെരുക്കുമുള്ള വഴിയിൽ കൂടെ പോകാം. എങ്ങനെ? അതെല്ലാം വിറ്റേച്ചല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അധീനനാകാതെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദാരിദ്ര്യ സുവിശേഷമല്ല, നമ്മുടെ അകത്തുള്ള ജഡത്തെ ക്രൂശിച്ച് പോകുന്നതാണ് സത്യസുവിശേഷം. അത് ദാരിദ്ര്യമല്ല, സമ്പൽ സമൃദ്ധിയുടെ. നിങ്ങൾ കണ്ടിട്ടോ, ഞങ്ങൾ എത്ര പ്രാവശ്യം കഷ്ടങ്ങൾ അനുഭവിച്ചു. 16 പ്രാവശ്യം വളരെ കഠിനമായി ഉപദ്രവിക്കപ്പെട്ടു. ഒരിക്കൽ പോലും കരഞ്ഞില്ല, ഒരിക്കൽ പോലും എന്നെ അടിക്കരുതേ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ വളരെ ശക്തിയോടെ അടിക്കുമ്പോൾ കൈയെടുത്ത് തടസ്സം ചെയ്തിട്ടുമില്ല ഇന്ന് വരെ. സാധാരണ അടി ഒത്തിരി കൊണ്ടിട്ടുണ്ട്, എന്നാൽ ക്രൂരമായി 16 പ്രാവശ്യം ഞാൻ അടിയേറ്റതാണ്. അടിച്ച് താഴെ ഇട്ടുണ്ട്, അടിച്ചിട്ട് വലിച്ചെടുത്തിട്ട് പോയിട്ടുണ്ട്, ഒത്തിരിയുണ്ട്. ജയിലും എത്ര പ്രാവശ്യം പോയി. എന്നാൽ ഒരിക്കൽ പോലും കരയേണ്ടതായി വന്നിട്ടില്ല. കൃപ. ഒരു പ്രാവശ്യം എൻ്റെ മുഖത്തെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മുഖത്ത് വന്ന് ശക്തമായി അടിച്ചു, ഷർട്ട് മുഴുവനും രക്തമായി. അന്നേരം ഞാൻ ചിരിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർ പറയുകയാണ്, ഇത്രയും അടിച്ച് രക്തം വന്നിട്ട് ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? കൃപ, ദൈവത്തിൻ്റെ കൃപ. ഒരു പ്രാവശ്യം മുസ്ലിങ്ങളുടെ ഇടയിൽ ഉദംപൂരിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളത് അന്ന് ശരിയായിട്ട് അവരോട് മനസ്സിലാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ കൃപയാൽ സാധിക്കും. ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം കോപമായി. അവരെല്ലാം കൂടെ എന്നെ പിടിച്ചുകൊണ്ട് അവിടെ ഇറച്ചി വെട്ടുന്ന ഒരു കടയിൽ കൊണ്ടുപോയി. വലിയ ഇറച്ചിക്കടയുണ്ട്, ഇറച്ചി വെട്ടാനൊരു തടി വെച്ചിട്ടുണ്ട്. അതിൽ എന്നെ കിടത്തി, എൻ്റെ തലയും നെഞ്ചും അതിലുണ്ട്. ഒരു വലിയ വാക്കത്തി പോലെ എടുത്തിട്ട് ഇപ്പം നിന്നെ വെട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരവും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ പറഞ്ഞു, ഈ പ്രാന്തൻ ഇവനെ ഇങ്ങനെ എന്തുകൊണ്ടാണ് എന്നെ എഴുന്നേൽപ്പിച്ചു വിട്ട് പുറത്തൊരു തൊഴിൽ തന്നിട്ട് പറഞ്ഞു വിട്ടു. എന്തുകൊണ്ടാണ് ഭയമില്ലാതിരുന്നത്? സ്വർഗ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, കൃപയാലുള്ള സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട്. ഇതാണ് ക്രിസ്തീയ ജീവിതം. ആകയാൽ പ്രിയ ദൈവ പൈതലേ, കർത്താവിൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടണം. നിങ്ങൾ എത്രമാത്രം കർത്താവിന് വേണ്ടി മുൻപോട്ട് പോകുന്നു. അനേക കാര്യങ്ങൾ പരീക്ഷിക്കപ്പെടണം. അത് പട്ടിണിയല്ല, പ്രയാസമല്ല, അത് കൃപ കൂടെ പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവുന്ന നദിയിൽ കൂടെ പോകുമ്പോൾ ആനന്ദത്തോടുകൂടെ പോകും. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. പല പ്രാവശ്യം പട്ടിണിയുടെ അനുഭവം വരുമ്പോൾ ആ കിച്ചണിൽ നിന്ന് നല്ല പാട്ടുകൾ, പ്രത്യാശയുടെ പാട്ടുകൾ കേൾക്കാനിടയാകും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും കേട്ട് സന്തോഷിച്ചിട്ടുണ്ട്. കിച്ചണിൽ ആഹാരം ധാരാളമുള്ളപ്പോൾ ആ പാട്ട് കേൾക്കത്തില്ല. കിച്ചണിൽ അധികമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ സിയോൻ്റെ പാട്ടുകൾ എൻ്റെ ഭാര്യ ആ അടുക്കളയിൽ നിന്ന് പാടുന്നത് കേട്ട് ഞാൻ കർത്താവിനെ എത്ര സന്തോഷിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൃപ ലഭിച്ച് സിയോൻ യാത്രക്കാരായി നമ്മൾ മുൻപോട്ട് പോകണം. കർത്താവിൻ്റെ മണവാട്ടിയായി വിളിക്കപ്പെട്ടതായ റിബേക്കാമാരെ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ട് പോകുന്നതെന്ന് കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നാളെ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. നമ്മൾ ധരിച്ചുകൊണ്ട് പോകുന്ന വസ്ത്രങ്ങളുടെ മഹിമ എത്ര മഹിമയോടുകൂടെയാണ്. വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും കൂടെ ധരിച്ച് ക്രിസ്തുവിൻ്റെ മണവാട്ടി പോകുന്ന യാത്ര എത്ര മനോഹരമാണ്. അവൾ എത്ര സൗന്ദര്യമുള്ളവൾ എന്നുള്ളത് കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നാളെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ. എന്നാൽ ഇന്ന് രാത്രി ഈ കാര്യത്തോട് ഞാൻ നിങ്ങളോട് വചനം സംസാരിച്ച് നിർത്തുവാൻ പോകുകയാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, റിബേക്കയോട് ചോദിച്ചപ്പോൾ ഞാൻ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പോകുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ഓർക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വയത്തെ നമ്മൾ ത്യജിക്കുവാനായി നാം ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൃപ ധാരാളം പ്രാപിച്ച് സിയോൻ യാത്രയെപ്പോലെ സന്തോഷമുള്ള യാത്ര ലോകത്തിലൊന്നുമില്ല. സിയോനിൽ പോകുന്ന ദൈവത്തിൻ്റെ മണവാട്ടി സന്തോഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർക്ക് ഈ ലോകത്തുള്ള പ്രശ്നങ്ങൾ, ഈ ലോകത്തിൻ്റെ ചൂട്, ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങൾ അവളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ.
അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം നമ്മൾ പാടുന്നത്. അത് വെറുതെയല്ല, എന്ത് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും സന്തോഷത്തോടെ പോകുന്നത്. അതാണ് ശദ്രക് മേശക്ക് അബേദ്നെഗോയോട് ചോദിക്കണം, ക്രിസ്ത്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? അവർ പറയും, സഹോദരാ, വിശ്വാസ നിമിത്തം തീച്ചുളയിലിട്ടാലും തീച്ചുളയിൽ നിന്ന് വെളിയിൽ പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അവർ തീച്ചുളയിൽ നിന്ന് കെട്ടഴിഞ്ഞപ്പോൾ ഇറങ്ങി പുറത്തു വരികയല്ലായിരുന്നു, തീച്ചുളയ്ക്കകത്ത് നടക്കുക. കാരണം എന്താ? നാലാമത്തവൻ കൂടെ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. കർത്താവ് അവരെ വിട്ടുപോകുന്നുവെന്ന് മനസ്സിലായപ്പോൾ അവർ ദുഃഖിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, വേറൊരാൾ വരുന്നുണ്ട്, അവൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ, എപ്പോഴും കൂടെ ഇരിക്കും. പ്രിയ ദൈവ പൈതലേ, കർത്താവിൻ്റെ മണവാട്ടിയെ, നിനക്ക് ഈ ലോകത്തിലെ ചപ്പും ചവറുമാണോ വേണ്ടത്, അതോ നിന്നെ നടത്തുവാൻ വന്ന ഏലിയാസാർ ആകുന്ന പരിശുദ്ധാത്മാവിനെയാണോ എപ്പോഴും വേണ്ടത്? നീ തന്നെ തീരുമാനിക്കുക. പരിശുദ്ധാത്മാവ് എപ്പോഴും വേണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വഴിയേ പോകണം. എന്നാൽ ലോകത്തിൻ്റെ വഴിയെ പോയാൽ നിനക്ക് നിരാശ അനുഭവിക്കേണ്ടി വരും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വഴിയെ എലിയാസാറിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഇടയ്ക്ക് എലിയാസാർ വിട്ടേച്ച് പോകയില്ല. എലിയാസാർ ഒരു ഉദ്ദേശത്തോടുകൂടെ വന്നാണ് റിബേക്കയെ കൊണ്ട് ഇസാക്കിൻ്റെ കയ്യിൽ യോജിപ്പിക്കുന്നത് വരെ എലിയാസാർ കൂടെ ഉണ്ടായിരിക്കും. ആകയാൽ റിബേക്കാമാരെ, പരിശുദ്ധാത്മാവിനെ വിട്ടിടത്തോട്ടോ പോകരുത്. പരിശുദ്ധാത്മാവിനെ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതുകൊണ്ടാണ് റോമാലേഖനം 14:17 വായിക്കുന്നത്, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ പാനീയവുമോ അല്ല, ഈ ലോകത്തിലെ കാര്യങ്ങളല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷം. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിലെ സന്തോഷം അനുഭവിക്കുന്നത്? ദൈവത്തിൻ്റെ നദിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷം, അത് കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ അടുത്ത ദിവസങ്ങൾ നമുക്ക് കേൾക്കാം. ആകയാൽ പ്രിയമുള്ളവരെ, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് റിബേക്കയെ പോലെ ആരെങ്കിലും ഈ യാത്ര തിരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി യാത്രയ്ക്കായി ഒരുങ്ങുക. ഭയപ്പെടാതിരിക്കുക. സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. റിബേക്കായേ, ലാബാൻ്റെ ഭവനം, ബെഥുവേലിൻ്റെ ഭവനത്തെ മറക്കുക. യാത്ര തിരിക്കുക. ഒട്ടകപ്പുറത്താണ് പോകേണ്ടത്. മരുഭൂമിയാണെങ്കിലും കൊണ്ടുപോകാനായി വന്ന എലിയാസാർ കൂടെയുണ്ട്. അതുപോലെ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് കാര്യസ്ഥനെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാര്യസ്ഥൻ വന്നതിനാൽ നമ്മൾ സന്തോഷത്താൽ നിറയുന്നു. ഞാൻ ഒരു സംഭവം കൂടെ പറയട്ടെ. ഒരു പ്രാവശ്യം ഉദംബൂർ പട്ടണത്തിൽ നിന്ന് ഒരു മരത്തിന് ചൂട്ടിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സഹോദരൻ 10-25 പേരെന്നെ പിടിച്ചൊരു മുറിയിൽ കൊണ്ടുപോയി ഇടിക്കാൻ തുടങ്ങി. ഒത്തിരി ഇടിച്ചു. അവരെന്നെ പുറ്റി നിന്നിട്ട് അങ്ങോട്ട് തൊഴിച്ചെറിയുകയാണ്. ഞാൻ പന്ത് പോലെ താടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 7 കിലോമീറ്റർ നടന്നു വീട്ടിൽ ചെന്നു. ഉടനെ ഭാര്യയോട് എന്നെ അടിച്ചെന്ന് പറഞ്ഞില്ല. ചായ ഒന്ന് തന്നു. കുടിച്ചിട്ട് ഞാൻ കിടന്നാൽ വഴിയാണ് വേദന തുടങ്ങിയത്. അതിൻ്റെ കാര്യം എന്താണ്? എൻ്റെ കൂടെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം കൂടെ ഇരുന്ന് കൃപ ധാരാളമായി പകർന്നത് കൊണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ മരുഭൂമിയുടെ ചൂട് നിന്നെ തട്ടാതെ, ഈ മരുഭൂമിയുടെ പട്ടിണി നിന്നെ ബാധിക്കാതെ, ഈ മരുഭൂമിയിലെ രോഗം നിന്നെ ബാധിക്കാതെ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുമ്പോൾ ദൈവ പൈതലേ, ഭയപ്പെടാതെ യാത്രക്കിറങ്ങുക. മണവാട്ടി യാത്ര ചെയ്ത് തീർക്കട്ടെ. ഇതാ മണവാളൻ വരാറായി. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. നാളെ അതിനുശേഷം ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെയുണ്ട്, നിങ്ങൾ വരാമല്ലോ. ഈ യോഗങ്ങളുടെ ചെലവിനു വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് ആർക്കെങ്കിലും പ്രേരണ തരുന്നുവെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള പെട്ടിയിൽ നിങ്ങളുടെ സ്വമേധാദാനങ്ങളെ അർപ്പിക്കാവുന്നതാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മരുപ്രയാണത്തിലായിരിക്കുന്ന അടിയങ്ങളോട് ഇന്ന് രാത്രിയിൽ അങ്ങ് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. എലിയാസറിനോടുകൂടി സന്തോഷപൂർവ്വം യാത്ര തിരിച്ച റിബേക്ക ഇസ്ഹാക്കിൻ്റെ അടുക്കലെത്തിയതുപോലെ
ഞങ്ങളുടെ ഒരു പ്രയാണത്തിൽ ഞങ്ങൾ പ്രിയം വച്ചിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തുവോളം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ കർത്താവേ, തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കും, ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അതേ സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് കൊണ്ട് കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകൾ, അപമാനങ്ങൾ, നിന്ദകൾ, രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനൊക്കെയും ജയിക്കുവാൻ ആവശ്യമായി ദൈവകൃപ തന്ന്, ദൈവശക്തി തന്ന് ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടെ കേൾപ്പിക്കപ്പെട്ട ആലോചന മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. ഈ ലോകത്തിൻ്റെ സുഖത്തിലും പാപത്തിൻ്റെ വഴികളിലും മോഹങ്ങളിലും അകപ്പെട്ട് നശിച്ചു പോകാതെ നിത്യജീവൻ വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ഉത്തമമായ വചനങ്ങളെ സ്വീകരിച്ചു കൊണ്ട് വചനപ്രകാരം ഒരുക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ ശക്തീകരിച്ചുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. തുടർമാനമായിട്ട് ഇവിടെ നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെയും അനുഗ്രഹമായി തീരുവാൻ, ജീവിതത്തിൽ കർത്താവെ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ ഇതൊരു മുഖാന്തരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലഘുവായ കാര്യങ്ങൾ അതേ കർത്താവ് മനുഷ്യൻ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ, വചനത്തിൻ്റെ ആഴങ്ങളിലെ മർമ്മങ്ങൾ വെളിപ്പെടുമ്പോൾ പലപ്പോഴും പരീശന്മാരും സദൂക്യന്മാരും യേശുവിൻ്റെ ഉപദേശത്തെ പുച്ഛിച്ചു തള്ളിയതുപോലെ അനേകർ ഇതിനെതിരായിട്ട് നിൽക്കുന്നുവെങ്കിലും കർത്താവെ, യോഗ്യമായ വചനങ്ങൾ അതേ വചനത്തിലൂടെ വിവേചിച്ച് ഗ്രഹിച്ച് ആത്മാ നിറവിൽ വചനം സ്വീകരിച്ച് അതിനനുസൃതമായിട്ട് കർത്താവിൻ്റെ കാന്തയായി ഒരുക്കപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കണം. ഈ വചനങ്ങൾ ആർക്കും കർത്താവെ ശിക്ഷയ്ക്ക് ഹേതുവായി തീരരുത്. കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ഒരുങ്ങുവാൻ അതേ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു എല്ലാവരെയും സമാധാനത്തോടെ അയക്കണമേ. തുടർന്നുള്ള കർത്താവ് എല്ലാ കാര്യാദികളെയും അങ്ങ് ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വനായിട്ട് ചെയ്യണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ സഹവാസവും സന്തോഷവും കൂട്ടായ്മ അനുഗ്രഹങ്ങളും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകമുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മൂലം ജയം നൽകിയ ദൈവത്തെ വീണ്ടും കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പൂർണ്ണ സൗഖ്യം, ആരോഗ്യവും തടസ്സങ്ങൾ മാറ്റി വേർപെട്ടനായി ജീവിപ്പാൻ പ്രത്യേക കൃപ നീ പകരുമാറായി. അനുഗ്രഹിച്ചു